കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മൂവാറ്റുപുഴയിൽ നവംബർ 29 ശനി രാവിലെ 10 മുനിസിപ്പൽ ടൗൺ ഹാൾ നെഹ്റു പാർക്കിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 5 വെള്ളി രാവിലെ 10. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഡിസംബർ 5 വെള്ളി വൈകിട്ട് 5:30 ഡിസംബർ 6 ശനി രാവിലെ 10 പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെന്ററിൽ തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ച ദയക്കായി സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളേവരും ഞങ്ങളുടെ ഒരു ഭാഗമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒരു കുടുംബമാണ്. നമ്മളെല്ലാവരും ചേർന്ന ഈ ശുശ്രൂഷ ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മൾ ഒന്നിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളെ രാജ്യങ്ങളിലേക്ക് അയച്ചു. പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം, ഞങ്ങൾ ഓരോ പ്രാവശ്യം ശുശ്രൂഷയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഒരു ഉറപ്പ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, അല്ലേ? ഓരോ പ്രാവശ്യവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയും, നമുക്ക് വേണ്ടി ആയിരങ്ങളല്ല 10,000 വേറെ ആർക്കും കിട്ടാത്തൊരു വലിയ ഭാഗ്യമാണ് ഒരു കുടുംബമായി. അത് മാത്രമല്ല, തോമസ് ഊട്ടി ബ്രദർ TVS മീറ്റിംഗ് ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നത്, TV പ്രേക്ഷക മീറ്റിങ്ങുകളിൽ ചെല്ലുമ്പോൾ നിങ്ങളിൽ പലരും ഓടി വന്ന് ആ സ്നേഹം പങ്കിടുമ്പോൾ ഹൃദയത്തിലുണ്ടാകുന്ന വലിയ സാറ്റിസ്ഫാക്ഷൻ, കർത്താവ് ഇത്രയും സഹോദരങ്ങളെ തന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഒരു ഫാമിലി അതിനകത്ത് പല സഭകളിൽ പല വിഭാഗങ്ങളുള്ളവരുണ്ട്. അവരൊക്കെ വന്ന് ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, നമ്മുടെ ഒന്നിച്ചായി പ്രോഗ്രാം അല്ലെ ഞങ്ങളുടെയും കൂടെയാണെന്ന് പറയുമ്പോൾ അതാ സത്യം. അങ്ങനെ ഒരു മൂവാണ്. അതാ നമ്മുടെ സന്തോഷം. ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത്, ഞങ്ങളുടെ യഥാർത്ഥമായ ഞങ്ങളുടെ ഹൃദയത്തിലെ സന്തോഷം നിങ്ങളുടെ കൂട്ടായ്മയാണ്, നമ്മുടെ ഒന്നിച്ചുള്ള കൂട്ടായ്മ. ഇന്ന് ഞാനൊരു സഹോദരനോട് വർത്താനം പറയായിരുന്നു. ആ സഹോദരനോട് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരികയും ഞങ്ങളുടെ കൂടെ കൂട്ടായ്മ, അതാണ് ഞങ്ങളുടെ സന്തോഷം. വേറെ എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം? ഞങ്ങളുടെ ഒരു ആൾ യേശുവെ എന്ന് വിളിക്കുമ്പോൾ അതൊരു ഇറ്റ് ഈസ് എ ഇൻടോക്സിക്കേഷൻ എന്ന് പറയും, അല്ലേ? ഒരാളുടെ വീര്യമാണ് ഓരോ പ്രാവശ്യം. ഈ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ ഇങ്ങോളം നമ്മുടെ സഭകളിലെല്ലാം പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം 15 സഭകളിൽ മാത്രം പോകാൻ സാധിച്ചുള്ളൂ. പക്ഷേ ഓരോ സഭകളിലും തോമസ് ഊട്ടി ബ്രദർ ഉണ്ടായിരുന്നല്ലോ, കർത്താവ് ചെയ്ത വീര്യ പ്രവൃത്തികൾ. അതിൻ്റെ ഏറ്റവും ഒരു അത്ഭുതകരമായ കാര്യം, അത് തങ്കു ബ്രദറോ തോമസ് ഊട്ടി ബ്രദറോ പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് സൗഖ്യമായെന്നല്ല, പല സാക്ഷ്യങ്ങളും, ഭൂരിഭാഗം സാക്ഷ്യങ്ങളും അവിടെയുള്ള സഹോദരന്മാർ ചെന്ന് തളർന്നു കിടന്നവരെ ഞങ്ങളെ പഠിപ്പിച്ചത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആര് കൈവച്ചാലും സൗഖ്യമാവും. അത് അവരിലൂടെ നടക്കുന്ന കാണുമ്പോൾ ഇതൊരു സഭയുടെയാണോ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെയാണോ? വാസ്തവത്തിൽ കർത്താവ് ഉദ്ദേശിച്ച ഉണർവ് ഇന്ന് കേരളമൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഞങ്ങളിരുന്നപ്പോൾ ഞാൻ പറയായിരുന്നു, ഇനി ഞങ്ങൾ തിരുത്തി പറഞ്ഞാലും പറ്റത്തില്ല. കാര്യം ഈ വിശ്വാസം എല്ലാവരുടെ ഉള്ളിലായിക്കഴിഞ്ഞു. അതാണ് യേശു എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല. ഇതിനകത്ത് വലിയ ദിവ്യന്മാരാരുമില്ല. ഇറ്റ് ഈസ് ഓർഡിനറി മെൻ.
ആൻഡ് എൻ എക്സ്ട്രാ ഓർഡിനറി ഗോഡ് വർക്കിംഗ് വിത്ത് ദം. അതുകൊണ്ടാണല്ലോ പത്രോസ് ആ അത്ഭുതം ചെയ്തപ്പോൾ, അതായത് ആ മുടന്തനെ കണ്ട് അവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാമെന്ന് പറഞ്ഞു. അവൻ നടന്നും തുള്ളിയും ചാടിയും പോകുമ്പോൾ ആ ദേവാലയ പരിസരത്തുള്ളവരെല്ലാം കൂടി വന്നു. കാരണം അവരെ സ്ഥിരം കാണുന്ന ആലയത്തിലോട്ട് പോകുമ്പോൾ ഈ പുള്ളി ഭിക്ഷ അയച്ചുകൊണ്ടിരിക്കുന്നു. ചേട്ടാ ഇവനങ്ങനെ സൗഖ്യമായെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ വരുമ്പോൾ പത്രോസിനെയും യോഹന്നാനെയും വലിയ അത്ഭുതത്തോടെ നോക്കിയപ്പോൾ അവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഞങ്ങളെ അത്ഭുതത്തോടെ നോക്കുന്ന എന്തിനാ? ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവനുണ്ടായ വിശ്വാസമാണ് ഇവൻ ഈ ആരോഗ്യം കൊടുക്കുക. അവൻ്റെ വിശ്വാസത്തെ അവിടെ പത്രോസ് പറയുന്ന മറ്റൊരു വാക്ക്, ഞങ്ങളുടെ ഭക്തിക്കോ പ്രാർത്ഥനയോ, ആ വാക്കാ അതാ, ഞങ്ങളുടെ ഭക്തി കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ അല്ല, ഇത് യേശുവിൻ്റെ വിശ്വാസത്തിൽ, യേശുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം, ബൈ ഫെയ്ത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭയങ്കര മുട്ടേ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടല്ല, ഇത് യേശുവിൻ്റെ നാമത്തിൻ്റെ പവറാ. അതും ഞങ്ങളുടെ വിശ്വാസം കൊണ്ടാണെന്നല്ലോ അല്ല, ഈ വ്യക്തിക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിശ്വാസം ഇവന് ആരോഗ്യം കൊടുത്തുന്നു. അതുപോലെ തന്നെയല്ലേ പൗലോസും ലുസ്തിരെ വെച്ചാൽ മുടതും ചാടി എഴുന്നേൽക്കുമ്പം ഉടനെ ഇത് ദേവന്മാരാന്നൊക്കെ പറഞ്ഞ് ഒരു മാലയൊക്കെ ആയിട്ട് വന്നു. ഇവരെ അങ്ങ് ദേവന്മാരങ്ങ് ആക്കുക. ഇവർ ദേവന്മാരാണ്. പൗലോസിനെയും ബർന്നബാസിനെയും അവിടെ നിർത്തി വലിയ യാഗമൊക്കെ കഴിക്കും. ഉടനെ ഇവർ ഷർട്ടൊക്കെ അങ്ങ് കീറി, നിങ്ങൾ എന്നെ ഈ കാണിക്കുന്നേ എന്ന് പറഞ്ഞ ഉടനെ കല്ലെറിയാൻ തുടങ്ങി. ഞങ്ങൾ സാധാരണ മനുഷ്യരാന്ന് പറഞ്ഞപ്പോൾ അത് ജനത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവരെ ഒന്ന് ദിവ്യരാക്കുക ഇഷ്ടം ജനത്തിനും. അത് തങ്കബ്രദർ പറഞ്ഞ് ശരിയാ. അപ്പം ജനങ്ങളൂടെ കൂടിയാണ് ഇവരെ അങ്ങ് ആളാക്കുക. അതിന് ഇവരങ്ങ് ആളായി പോവുക. പക്ഷേ സുബോധമുള്ളവർ അവർ പറയും നോ. പത്രോസ് പറഞ്ഞ പോലെ പറയും, പൗലോസ് പറഞ്ഞ പോലെ പറയും, ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. തങ്കബ്രദർ, ഞാൻ ഒരു കാര്യം ഓർക്കായിരുന്നു. കർത്താവായ യേശുക്രിസ്തു സൗഖ്യം കൊടുത്തപ്പോഴും സൗഖ്യ ശുശ്രൂഷകളിൽ കർത്താവ് ഒരിടത്തും ഒരാൾ സൗഖ്യം പറഞ്ഞു കണ്ടോ എൻ്റെ ശക്തി എന്ന് ഒരിടത്തും പറഞ്ഞില്ല. പിതാവിന് മഹത്വം കൊടുക്കുകയും ഇവൻ്റെ വിശ്വാസം വലുത്, ഈ ശതാധിപൻ്റെ വിശ്വാസം, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുത്, ഇസ്രായേലിൽ പോലും ഇത്രയും വലിയ അവരെയാ, അവിശ്വസിച്ചവരെയാ സെൽഫ് എസ്റ്റീം അവരുടെ വർദ്ധിപ്പിക്കുകയായിരുന്നു. അതെ. അത് മാത്രമല്ല, യേശുവിൻ്റെ ആ ശുശ്രൂഷയിൽ തന്നെ യേശു പറയാം, ഒരു ചന്ദ്രരോഗിയായ മകൻ പരതി വീഴുന്ന ശിഷ്യന്മാർക്ക് സൗഖ്യമാക്കാൻ പറ്റിയില്ല എന്ന് അപ്പൻ്റെ ആഗ്രഹം മുഴുവൻ ശിഷ്യന്മാർ സൗഖ്യമാക്കുമോ, യേശു സൗഖ്യമാക്കുമോ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ മറുപടി, ഇതെല്ലാം ഞങ്ങൾക്കൊക്കെ ആകാം, പക്ഷേ എനിക്ക് പറയാനുള്ളത് വിശ്വസിക്കുന്നവനാൽ അസാധ്യമായതൊന്നുമില്ല. എന്നുവെച്ചാൽ നിൻ്റെ കയ്യാലേ ഇത് നടക്കുമായിരുന്നു. ഓൾ തിങ്സ് ആർ പോസിബിൾ വിത്ത് ദോസ് ഹു ബിലീവ്. ഇഫ് യു ആർ എ ബിലീവർ യു കുഡ് ഹാവ് ഡൺ ഇറ്റ് ഓൾസോ. അപ്പൻ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യം, നിൻ്റെ അകത്തൊരു സാധനം നീ വിശ്വസിക്കുക, വിശ്വാസിയെക്കുറിച്ചാണ് പറയുന്നെങ്കിലും ഓൾ തിങ്സ് ആർ പോസിബിൾ. അതാ യേശു ക്രിസ്തു തന്നെ പറഞ്ഞത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. യേശു ഒരിക്കലും പറഞ്ഞില്ല വിശ്വസിക്കുന്ന ഇന്നയാളിനാൽ. യേശു ക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കുന്നവരാൽ. എന്ത് വിശ്വസിക്കുന്നവരാൽ? യേശു മരിച്ചുയർത്തെഴുന്നേറ്റു എന്ന്, തൻ്റെ പാപമോചനം തന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ വിശ്വാസിയാണ്. ഏറ്റവും വലിയൊരു അത്ഭുതമാണ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. ഏറ്റവും വലിയ അത്ഭുതമാണ് മനസ്സാക്ഷി എന്ന് പോലും പാപത്തിൻ്റെ കറ കളയുന്നത്. അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാൽ ബാക്കി കാര്യം വളരെ സിമ്പിളാണ്. ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. അസാധ്യമില്ല. അവരുടെ കൈയാൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകും. ഇറ്റ് ഈസ് ഫോർ ഓൾ. തോമസ് ബ്രദർ അല്ലേ, ഞാൻ വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ, തോമസ് ബ്രദർ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ അങ്ങനെയായിരിക്കും. ഞാൻ കേട്ടിരുന്നത് അസുഖം വന്നാൽ കൈവെക്കരുത്, കൈവച്ചാൽ ആ ഭൂതം ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് ആ രോഗം ഇങ്ങോട്ട് അടിക്കും തിരിച്ചടി എന്നാണ് ബാക്ക്ലാഷ് എന്ന് പറയും. പക്ഷെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, പറഞ്ഞ ആൾ ദൈവമാണ്. ഇപ്പം ഞാൻ തോമസ് ബ്രദറിനോട് പറയാം, അതാണ്ട് അവിടെ കൈവച്ചോ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്നേഹമാണ്. സ്നേഹം എത്രത്തോളമെന്ന് പറഞ്ഞാൽ മരിക്കാൻ പോലും ഒരിക്കൽ സ്നേഹിക്കുന്ന ആൾ കൈവച്ചോ, അവിടെ വെക്കുമ്പോഴത്തേക്ക് അവിടെ പൊള്ളുന്നതോ അല്ലെങ്കിൽ വിഷാംശം ഉണ്ടെങ്കിൽ ഞാൻ വെപ്പിക്കത്തില്ല. ഞാൻ വെച്ചോളം പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റേതാണ്. അത് കഴിഞ്ഞുണ്ടാകുന്ന മുഴുവൻ കോൺസിക്വൻസസ് എൻ്റേതാണ്. ഒരു കമ്പനി ഒരു റിലയബിൾ ഒരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ ഒരു ആളെ വിട്ടാൽ ആ ആളുടെ എല്ലാ സെക്യൂരിറ്റിയും ആ കമ്പനി എടുക്കും. ആ സമയം ആ ഫുൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഉള്ളിൽ ആദ്യമേ വന്നൊരു കാര്യം, ഇത് പറഞ്ഞത് യേശുവല്ലേ.
രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാകുമെന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചോണം തിരിച്ചടിക്കാതെ എന്ന് യേശു പറഞ്ഞില്ല. തിരിച്ചാ യേശു പറഞ്ഞത്. രേഖപ്പെടുത്തായിരുന്നല്ലോ. അതെ, മാത്രമല്ല യേശു പറഞ്ഞെങ്ങനെയാ, യാതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് ഹാനി വരുത്തത്തില്ല. തങ്കൂറിപ്പോൾ പറഞ്ഞ വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 19-ാം വാക്യം. എൻ്റെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ആദ്യം വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരു പൈശാചിബന്ധനമുള്ളവർക്കൊക്കെ പ്രാർത്ഥിക്കുമ്പം വിഷയമാവുമോ അങ്ങനെയല്ലേ കേട്ടു വന്ന്. എന്നാൽ ആ വചനമാണ് ജീവിതത്തിൽ വലിയൊരു വിടുതൽ തന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ലൂക്കോസ് 10:19. ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞത് കേട്ട് രോഗികളെ സൗഖ്യമാക്കാൻ പോയതാണ്. പോയച്ച 70 ശിഷ്യന്മാർ മടങ്ങി വന്നിട്ട് റിപ്പോർട്ട് പറയുക, കർത്താവെ ഞങ്ങളവിടെ ചെന്നപ്പോൾ രോഗികൾ മാത്രമല്ല ഭൂതങ്ങളും പോകുന്നു. അതിനകത്ത് ഏറ്റവും രസം താമസിച്ചിട്ട് വേറെ ഈ 70 പേരിന്ന് അവിടെ പരിശുദ്ധാത്മാവ് രക്ഷപ്പെടുത്തിയിരിക്കുക. അവിടെ 12 പേരിന്ന് ഈ ശിഷ്യന്മാർ വന്നെന്ന് പറയായിരുന്നെങ്കിൽ 12 പേർ നമ്മുടെ മനസ്സിലൂടെ ആദ്യമേ പോകുന്നത്, ഈ 12 ദിവ്യന്മാരെ കൊണ്ടേ നടക്കത്തുള്ളൂ. ആ ദിവ്യന്മാരല്ല, അയക്കപ്പെട്ടവർ. ഗോ എന്ന് പറഞ്ഞാൽ 70 പേരും വന്നിട്ട് പറയും, 70 പേര്. 70 പേർ സന്തോഷത്തോടെ മടങ്ങി. അപ്പോൾ 70 പേരെന്ന് പറഞ്ഞാൽ എന്നാ, യേശുവിൻ്റെ വാക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആരും അവർ മടങ്ങി വന്ന് പറയുകയാണ് ഭൂതങ്ങൾ. ഉടനെ കർത്താവ് പറയുകയാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും. ഇന്നത് കൊടിയ സാത്താൻ, അതിനെ പിടിക്കരുതെന്ന് പറഞ്ഞില്ല. അതെ, സകല ബലത്തെയും. ലൂസിഫർ ആകട്ടെ, പിശാചാകട്ടെ, എത്ര വർഷം ബന്ധനമായിക്കോട്ടെ, പിതാക്കന്മാരുടെ കാലം മുതലുള്ള അകൃത്യം ആയിക്കൊള്ളട്ടെ, എന്നെ ബന്ധനം പിടിച്ച വീടായിക്കോട്ടെ, കർത്താവ് പറയുകയാണ് പിശാചിൻ്റെ സകല ബലത്തെയും ചവിട്ടാൻ വിശ്വസിക്കുന്ന വാഴാൻ. എന്നിട്ട് പറയാണ് യാതൊരു തരത്തിൽ, അത് നോ മീൻസ് ബൈ എനി മീൻ. ചിലർ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഹോളുണ്ട്, ആ ഹോൾ അടച്ചാലേ പിശാച് അവിടെ നിന്ന് കയറത്തില്ല. ഈ ഹോൾ വഴി, ഇപ്പുറത്ത് വഴി നിങ്ങളുടെ കണ്ണ് തുറന്നു വെച്ചാൽ ആ ഹോൾ വഴി ഇങ്ങോട്ട് കയറും. എന്നിലിരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലുതാണ്. ആ വാക്യത്തിൽ കർത്താവ് പ്രത്യേകിച്ച വാക്യം, ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. അതിന് ഇംഗ്ലീഷ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നോ മീൻസ്, ഒരു കാരണത്താലും ഒരു വഴിയിലൂടെ മീൻസ് നീ ചുമ്മാ ചവിട്ടിക്കോളാനാ പറഞ്ഞു, അല്ലേ? അതെ. അത് കൊടുത്ത കർത്താവ് എന്തൊരു ഗ്യാരണ്ടീഡ് ശുശ്രൂഷയാണ് സഭയ്ക്ക് നൽകിയിരിക്കും. യേശുവിൻ്റെ വാക്ക് അതല്ലേ. യേശു ഈ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിവർത്തിച്ചിരിക്കും. ദർ ഇസ് ആ വാക്കിൻ്റെ പവർ. ഞാൻ പഴയ നിയമത്തിലൊരു സംഭവം ഓർക്കുമായിരുന്നു. അബ്രഹാമിനോട് ദൈവം പറയാം, ഞാൻ നിനക്ക് സന്തതി തരും. 99 വയസ്സായി. വീണ്ടും വന്ന് പറയാൻ, നിനക്ക് ഞാൻ സന്തതി തരും. ഈ പ്രാവശ്യം പറയും ആകാശത്തിലെ നക്ഷത്രം പോലെയും മണൽ തരി പോലെ. കൂട്ടത്തിൽ സാറ നിപ്പുണ്ട്. സാറ ഒറ്റ ഒരു ചിരി എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങിൽ പോയപ്പോൾ, എറണാകുളം നമ്മുടെ സഭയിലെ മീറ്റിങ്ങിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞു, മീറ്റിംഗ് കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് കാണണം. 10 കോടി രൂപ വെച്ച് നിങ്ങൾ ഓരോരുത്തർക്കും മീറ്റിംഗ് വന്നതിന് ഞാൻ തരാൻ പോവുക എന്ന് പറഞ്ഞ ഉടനെ എല്ലാം കൂടി ഞാൻ ഇതുപോലെ സാറ ചിരിച്ചേ. സാറയും ഇതുപോലെ ചിരിച്ചേ. സാറ ചിരിച്ചിട്ട് അവരെന്തിനാ 10 കോടി രൂപ തരാമെന്ന് ചിരിച്ചതെന്നു ചോദിച്ചാൽ അറിയാം, എന്താ അങ്ങോട്ട് കൊണ്ടത് നടക്കത്തില്ല. കളിയാക്കി ചിരിച്ചേ. കളിയാക്കിയാൽ അവർ നടക്കത്തില്ല. സാറ ചിരിക്കുമ്പം ദൈവം ചോദിക്കുക, സാറേ നീ എന്തിനാ ചിരിച്ചേ? ഉടനെ സാറയുടെ മറുപടി, ഞാൻ ചിരിച്ചില്ലല്ലോ. ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയുക, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി. പക്ഷേ ദൈവത്തിൻ്റെ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ സ്വഭാവം. വാക്ക് പറഞ്ഞിരിക്കുക, ഐ വിൽ മേക്ക് യു ദ ഫാദർ ഓഫ് നേഷൻസ്. ഇപ്പം നമ്മളാണെങ്കിൽ ഇങ്ങനൊരു ചിരി വന്നാൽ പറയും, നീ മച്ചിയായിരിക്കും, നീ ശരിയാകത്തില്ല, എന്നെയാണോ നീ സംശയിച്ച് എന്ന് പറയാമായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വിശ്വസ്തത, താൻ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറത്തില്ല. അതാ ഒരു വിശ്വാസിയുടെ ബോൾഡ്നെസ് എന്ന് പറഞ്ഞാൽ. പത്രോസ് എടുത്ത് പറയാം, ഇത് ഞങ്ങളുടെ ഭക്തി നിമിത്തമല്ല, വാക്ക് പറഞ്ഞിരിക്കുക, എൻ്റെ നാമത്തിൽ നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യമാക്കും. ഒരുവൻ തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഈ മലയോട്
നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ, അത് വിശ്വസിച്ചാൽ, എന്താ വിശ്വസിക്കേണ്ടേ? എൻ്റെ ഗുണം കൊണ്ടല്ല ഇത് പറയാൻ പോകുന്നത്. ആ വാക്ക് പറഞ്ഞ ആൾ ഇർറെസ്പെക്റ്റീവ് ഓഫ് ഹൂ ഐ ആം, അതാണല്ലോ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിലും പറയുന്നത്. നമ്മൾ അവിശ്വസ്തരായിരിക്കുമ്പോഴും അവൻ വിശ്വസ്തനായിരിക്കുന്നു, അവൻ്റെ വാക്ക് മാറത്തില്ല. അതുകൊണ്ടാണ് തോമസ് ബ്രദർ തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ 2 തിമോത്തി 2:13 പറയാം, ഇഫ് വി ആർ ഫെയ്ത്ത്ലെസ്, നാം അവിശ്വസ്തരായാലും ഹി റിമെയിൻസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനായി പാർക്കും. ഹി cannot deny himself. വാക്കല്ല, ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ ദൈവവചനവും ദൈവം ഒന്നാണ്. അതാണല്ലോ വചനം ജഡമായി തീർന്നത്. ആ വാക്കിന്ന് പറഞ്ഞ വാക്കാ താൻ. വാക്ക് പറയുകയല്ല, ഇന്ന് എഴുതി കൈ തന്നിരിക്കുക. അതാ ഈ പത്രോസും യോഹന്നാൻ്റെ ഒക്കെ ധൈര്യം കണ്ടപ്പം അവർ പറയാം, ഇത് യേശുവിൻ്റെ കൂടെ നടന്നവരാ. അതാ യേശുവിൻ്റെ കൂടെ നടക്കേണ്ടി എന്ന് പറഞ്ഞാൽ ദൈവവചനം ശ്രവിക്കുമ്പോൾ, ഇപ്പം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം തന്നെ അവിടെ സൗഖ്യം വ്യാപരിച്ചുകൊണ്ടും കൂടെ ആയിരിക്കും. ഇപ്പോൾ സൗഖ്യം തന്നെ വ്യാപരിച്ചുകൊണ്ടായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. തോമസ് ബ്രദർ ഒന്ന് വായിക്കുകയാണെന്ന്. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണും. ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ കൂടെ ആയിരുന്നവരെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ധൈര്യം, ബോൾഡ്നെസ്. എന്നാ ബോൾഡ്നെസ്? എന്തൊക്കെ വന്നാലും ശരി, വാക്ക് മാറത്തില്ല. ആമേൻ. കർത്താവിനെ അവർക്കറിയാം. കർത്താവിനെ അറിയാം. മാത്രമല്ല പത്രോസിന് പ്രത്യേകിച്ചും ഒരു കാര്യം അറിയാം. 3 പ്രാവശ്യം തള്ളി പറഞ്ഞതാണ്, എന്നിട്ട് ശപിച്ചതാന്ന് വരെ ആണയിടുകയും പ്രാവുകയും ചെയ്തെന്ന കർത്താവിനെ. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ മർക്കോസ് സുവിശേഷം പറയാം, ആദ്യമേ അന്വേഷിച്ചത് പത്രോസിനെ. നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും എടുത്ത് പറയണം. പത്രോസിനോട് കേട്ടോ, ഞാൻ കാണാൻ വരുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ സഭ പണിയും എന്ന് പറയുമ്പോൾ നിൻ്റെ കൈ താക്കോൽ തരാമെന്ന് പറഞ്ഞത് വാക്ക് മാറത്തില്ല. പത്രോസെ, നിൻ്റെ കയ്യാലെ തന്നെയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. 3000 പേരെ സ്നാനപ്പെടുത്താൻ, ഈ സുവിശേഷത്തിൻ്റെ തുടങ്ങാൻ ഐ ഓൾറെഡി ടോൾഡ് യു. മാറാനൊക്കത്തില്ല എനിക്ക്. അതുകൊണ്ട് പത്രോസേ, ഞാൻ മനുഷ്യനല്ല. ഇത് പലപ്പോഴും അത് കഴിഞ്ഞ് ഈ പത്രോസ് തള്ളി പറഞ്ഞു. അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ കണ്ടിട്ട് പിന്നെയും മീൻ പിടിക്കാൻ നമുക്ക് പോയേക്കാം, പണിയൊന്നും നടക്കത്തില്ലെന്നും പറഞ്ഞ് പടകും വലയെടുത്ത് വേറെ 6 പേരെയും കൂടെ കൂട്ടി പോകുമ്പോൾ പിന്നെയും കർത്താവ് ചെല്ലുക. കാര്യം എന്ന് വെച്ചാൽ യേശു പറഞ്ഞു, ആകയാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടും. പറഞ്ഞ വാക്ക് നിവർത്തിക്കും പത്രോസ് എൻ്റെ മേൽ. പടകെടുത്ത് പോയി നോക്ക്. പക്ഷെ അവസാനം യു വിൽ സ്റ്റാൻഡ് ഫോർ മീ ബിക്കോസ് ഐ ഹാവ് സ്പോക്കൺ ദ വേർഡ്. ആമേൻ. ആകയാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടും. അങ്ങനെ പത്രോസിന് നല്ല ഉറപ്പായി യേശു ആരാ, അല്ലേ? ഞാൻ ഇത്രയും തെറ്റിപ്പോയിട്ടും എന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്, അവിടെ കൊണ്ട് നിർത്തും. അതാണ് ഇവിടെ പത്രോസിനും യോഹന്നാനും ഒക്കെ നല്ല ധൈര്യം. അപ്പം തങ്കുബ്രദർ, ഈ ധൈര്യം കാണുകയാലെന്ന് പറയുന്നതിൻ്റെ ചില ദിവസം മുമ്പ് ഭീരുക്കളായിട്ട് കഥ കടച്ചിരുന്നവരാ, മീൻ പിടിക്കാൻ പോയവരാ, പിന്നെ കർത്താവിനെ വിട്ടു. അതുകൊണ്ട് ഈ പത്രോസ് ഈ സംഭവം കഴിഞ്ഞിട്ട് പറയുന്നത്, നിങ്ങൾ നിർത്തിക്കോളാൻ അവർ ഭീഷണിപ്പെടുത്തിയല്ലോ, തല്ലുമൊക്കെ ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തി. സുവിശേഷം ഞാൻ പറയരുതെന്ന്. ഉടനെ അവർ പറഞ്ഞു, അത് നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല, എൻ്റെ കാര്യം പറയാം, ഞാൻ സുവിശേഷം പറയാൻ പോകും. കാര്യം തനിക്കറിയാം. തൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ വാക്ക് പറഞ്ഞത് നടന്നതും താൻ അതിനെ ഇഗ്നോർ ചെയ്തിട്ട് പോലും പറഞ്ഞ വാക്ക് തന്നെ കൊണ്ട് ചെയ്യിക്കും. പറഞ്ഞ വാക്ക് നിവർത്തിക്കാൻ വേണ്ടി പിന്നെയും പുറകെ വരുന്നതും. ദാറ്റ് വാസ് ജീസസ്. അപ്പോൾ അങ്ങനെ കർത്താവ് വചനമാണെന്ന് കർത്താവിനെ അവർക്ക് പിടികിട്ടി. അതാ ഈ പലപ്പോഴും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഈ ഗിൽറ്റ, അധൈര്യമാണ് പലപ്പോഴും നമുക്ക് പരാജയത്തിലോട്ട് കൊണ്ടുപോകും. എന്നെ കർത്താവിന് അംഗീകാരമുണ്ടോ, എന്നെ കർത്താവ് അങ്ങനെയായിരുന്നു ഏറ്റവും ഉണ്ടാകേണ്ട ആളായിരുന്നു പത്രോസ്. പക്ഷേ യേശു എടുത്തു പറയാം, ആ പത്രോസിനോട് പോയി പറ. ഇന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ ദിവ്യ സ്നേഹം, ദാറ്റ് പവർ ഓഫ് ലവ് നിങ്ങളുടെ ഓരോ ഭവനങ്ങളിൽ നിങ്ങളെ തലയോടിക്കൊണ്ടിരിക്കുക. ഇന്നൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞു കാണാം, ഞാൻ എന്തൊക്കെ എതിർ പറഞ്ഞു, കർത്താവിനത് ഇഷ്ടമാണേ. ഞാനൊരാളോട് വർത്തമാനം പറഞ്ഞപ്പം ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചു, എന്തിനാ എൻ്റെ ജീവിതത്തിൽ അതൊക്കെ ദൈവത്തിന് ഇഷ്ടമായി കാണത്തില്ല. ഇല്ല, ഈ ദൈവം പറയുന്നത് നീ വന്ന് എന്നോട് വാദിക്കാനാണ്. വാദിക്കുമ്പോൾ
കടും ചുവപ്പായിരിക്കുന്ന നിൻ്റെ പാവം ഹിമം പോലെയാകും. ദൈവത്തിന് ഇഷ്ടമാണ് വാദിക്കുന്നത്, ദൈവത്തിന് ഇഷ്ടമാണ് അങ്ങോട്ട് പോയി എൻ്റെ വികാരമല്ലോണ്ട് പറഞ്ഞോളാം. പറഞ്ഞു. കാര്യം അവിടെയാ ആ ഫെലോഷിപ്പിൻ്റെ പവർ അതാ. അപ്പം നിനക്ക് എന്നെ പിടികിട്ടും, നീ എന്നോട് സംസാരിക്കല്ലേ. അതെ, കം വാദിക്കാനാ പറഞ്ഞു. വാദിച്ച് നീ പറഞ്ഞു കഴിയുമ്പോൾ നീ ക്ലീനായി. ഈ നമ്മൾ എനിക്ക് വളരെ ടച്ച് ചെയ്തിട്ടുള്ള ഫെലോഷിപ്പിൻ്റെ ഒരു ഭാഗം, ഇവിടെ ഈ പൗലൂസ് ആദ്യ സഭയെ ഉപദ്രവിക്കുകയായിരുന്നല്ലോ. ഉപദ്രവിച്ച് പുള്ളിയെ കർത്താവ് വഴിക്ക് വെച്ച് പിടിച്ച് കണ്ണുമൊക്കെ കാണാൻ മേലാതിരിക്കുക. അനന്യാസിനെ രാത്രി കർത്താവ് വിളിക്കുന്ന ഒരു ഭാഗമുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു, അനന്യാസെ നീ വേഗം ചെല്ലണം, പൗലൂസ് അവിടെ ഇരിപ്പുണ്ട്, നീ പോയി അവൻ്റെ മേൽ കൈവെക്കുന്നു. എൻ്റെ കർത്താവേ, അവനാണോ? അവൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റുകയില്ല, അവൻ വലിയ കുഴപ്പക്കാരൻ, അവൻ്റെ കയ്യിൽ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രം ഉണ്ടെന്ന് കർത്താവിനോട് പറയുന്ന ധൈര്യം, ആ ധൈര്യവും. ചുരുക്കം പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിനക്കറിയത്തില്ലല്ലോ അവൻ സഭ ഉപദ്രവിച്ച് ആളാ. അപ്പം ഈ കർത്താവിനോട് അത്രയും പറയാനുള്ള ഒരു ഇൻറ്റിമസി, ദാറ്റ് ഈസ് ജീസസ്. അനന്യാസിൻ്റെ ആ വാക്ക് നിങ്ങൾ വായിക്കണം. ഓർത്തൊക്കെ യേശു പറയാ പോയി കൈവെക്കാൻ, അനന്യാസ് പറയാ നിനക്കറിയത്തില്ലല്ലോ അവൻ. കർത്താവിനെ ആളെ അറിയാൻ മേല, എനിക്കേ അറിയത്തുള്ളൂ. പണ്ട് ദേവാലയം എങ്ങനെയാണ് പണി കർത്താവിനെ പഠിപ്പിച്ച പോലെ ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർ, തങ്കൂർ പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലായി, ശിഷ്യന്മാർ വന്ന യേശു ക്രിസ്തുവിന് ദേവാലയത്തിൻ്റെ പണി എത്ര മനോഹരമാണെന്ന് കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞതുപോലെ അനന്യാസ് കർത്താവിനോട് നിനക്കറിയത്തില്ലല്ലോ ഇവൻ ഉപദ്രവിച്ചവനാണ്. മാത്രമല്ല ഇപ്പം അവൻ്റെ കയ്യിൽ അധികാരപത്രമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ ഭയം പൊട്ടണം. ശാരീരികമായി നിങ്ങളുടെ എന്തും അസ്വസ്ഥതയായിക്കോട്ടെ, ഇപ്പോൾ കൈവെക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് സൗഖ്യമായിരിക്കും. ഒരു പക്ഷെങ്കിൽ കുഞ്ഞുങ്ങളുടെ കുറിച്ച്, പ്രത്യേകിച്ചും കുവൈറ്റിലും സൗദി അറേബ്യയിലൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും വറീഡ്, അവിടെ എന്നാ സംഭവിക്കും. നിങ്ങൾ വിശ്വസിച്ചേ യേശുവിനെ അവർ കല്ലെറിഞ്ഞാൻ ഭാവിച്ചപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കടന്നുപോയെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെ തൊടുത്തില്ല. ഇന്ന് കുവൈറ്റിലുള്ളവരൊക്കെ വലിയ ഭീതിയില്ല, എന്താ സംഭവിക്കുന്നത് സൗദിയിൽ. വിശ്വസിച്ച് യേശുവല്ലേ കർത്താവ്, തലയിൽ രോമം പോലും വീഴാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഇന്ന് ഞങ്ങളിത് പറയുമ്പോൾ വി ആർ ലെഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുക. ഇത് പറയുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. പ്രാർത്ഥിക്കാം. ആ ധൈര്യത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഗിൽറ്റെല്ലാം കൂടെ ചുമക്കാതെ, ഞാൻ ആ പിന്മാറ്റക്കാരനായ പത്രോസിന് ഉറപ്പുണ്ടായിരുന്ന പോലെ നിങ്ങൾ തന്നെ ഒന്ന് കൈവച്ച് രോഗമൊക്കെ ഇറങ്ങി മാറും. നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ വഴിയിൽ നിന്ന് മാറിപ്പോകും. ഏത് രാജ്യത്തായിരുന്നു ആ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ അലട്ടുന്ന ആ പ്രോബ്ലം യേശു, നിങ്ങളെ അത്ര പ്രിയമായ യേശു, നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ കേട്ടുകൊണ്ടിരുന്ന ഓരോ മക്കളും ഇന്ന് ഈ ടി വിയുടെ മുമ്പിൽ, ഈ ഇൻ്റർനെറ്റ് മുമ്പിൽ ഇരിക്കാനിടയായത് കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവിന് ഹിതമില്ലാത്ത ആരും ഈ വചനം കേട്ടില്ല. യേശുവിൻ്റെ സ്നേഹം ആ മുറികളിലേക്ക്, ആ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. കരയുന്നവരെ ആത്മാവിൽ എനിക്ക് കാണാം, കരഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുമ്പിലിരിക്കുന്നവർ. യേശുവിൻ്റെ കരം നിങ്ങളെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആ വേദന മാറട്ടെ, ഭയം മാറട്ടെ, രോഗബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളഞ്ഞ അസ്ഥികൾ നുവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മൂക്കിൻ്റെ പാലം തെറ്റി അവ ശ്വാസമെടുക്കാൻ കഴിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ ലെറ്റ് ഇറ്റ് ബി ഹോൾ. യേശുവിൻ്റെ നാമത്തിൽ ശ്വാസഘോഷം, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടോടെ ലങ്സ് യേശുവിൻ്റെ നാമത്തിൽ പുതിയത് സൃഷ്ടിക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ, എന്തിനെക്കുറിച്ചാണോ വ്യാകുലപ്പെട്ട് നിൽക്കുന്നത്, കുഞ്ഞുങ്ങളെ കാണാതെ പോയതാണോ, ഭർത്താവിൻ്റെ ഫോൺ കോൾ വരുന്നില്ല, എന്തിനെക്കുറിച്ചാണോ വ്യാകുലപ്പെടുന്നത്, ഈ പ്രഭാതത്തിൽ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതകരമായ വാർത്ത, സന്തോഷകരമായ വാർത്ത ഈ പ്രിയപ്പെട്ടവർ കാണട്ടെ. അത്ഭുത വഴി തുറക്കട്ടെ, സാമ്പത്തികമായ വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ്. അതുപോലെ കർത്താവെ, കുവൈറ്റിലും അതുപോലെ സൗദിയിലുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾ, മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഞങ്ങൾ കേൾക്കുന്നവർ, അവരിൽ പല ആ രാജ്യത്തെ പ്രശ്നങ്ങൾ, വീസ പ്രോബ്ലങ്ങൾ നിൽക്കുമ്പോൾ മുമ്പേ ഞങ്ങൾ കേട്ടതുപോലെ യേശു അവരുടെ ഇടയിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞു. ഈ മക്കൾക്ക് വേണ്ടി അത്ഭുത വഴി, അവിടുത്തെ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കുന്ന പോലെ മറയ്ക്കുമെന്ന് പറഞ്ഞ അത്ഭുതം ഈ മക്കളിൽ നടക്കട്ടെ. ഞങ്ങൾ വിടുതൽ കൽപ്പിക്കുകയാണ്. കർത്താവ് അങ്ങനെ തന്നെ ചെയ്തതിനായി നന്ദി. അങ്ങയുടെ വാക്കിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാനൊരു കാര്യം വീണ്ടും ഉറപ്പിക്കാം, ഈ വചനം തുറക്കുമ്പോൾ വായിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അതാ യാക്കോബ് പറയുന്നത്, ഡു നോട്ട് ബി ഹിയറേഴ്സ് ഓഫ് ദ വേർഡ്, കേൾക്കുന്നവർ മാത്രമല്ല ചെയ്യുന്നവർ.
ചെയ്യുന്നവർ വിശ്വസിക്കണം, വിശ്വാസത്തോടെ സ്റ്റെപ്പ് എടുക്കണം. ഐ ടെൽ യു ഹിസ് വേർഡ്. പത്രോസ് എടുത്ത് ചാടിയപ്പോൾ വെള്ളത്തിന് പുറത്തല്ല, അവൻ്റെ വാക്കിലാണ് നടക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞതുപോലെ അസാധ്യമായതൊന്നുമില്ല. ഒന്ന് പറഞ്ഞ് എന്നെ ശക്തനാക്കും യേശുക്രിസ്തു മുഖാന്തരം എനിക്ക് സകലതും സാധ്യം. God bless you. നിറയ്ക്കണേ നാഥ ആത്മാവിനാൽ എന്നെ പണിയുക തിരുക്കരത്താലേ. നിറയ്ക്കണേ നാഥ ആത്മാവിനാൽ എന്നെ പണിയുക തിരുക്കരത്താലേ. നിൻഹിതത്താൽ എന്നെ നടത്തിയിടണമേ, പ്രാണനെ നയിക്കണമേ, എൻ്റെ പ്രാണനെ നയിക്കണമേ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മൂവാറ്റുപുഴയിൽ നവംബർ 29 ശനി രാവിലെ 10 മുനിസിപ്പൽ ടൗൺ ഹാൾ, നെഹ്റു പാർക്കിന് സമീപം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും അടൂരിന് സമീപം കൈതപ്പറമ്പ് തെക്കേവിള ഓഡിറ്റോറിയത്തിൽ ഡിസംബർ 5 വെള്ളി രാവിലെ 10. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ഡിസംബർ 5 വെള്ളി വൈകിട്ട് 5:30, ഡിസംബർ 6 ശനി രാവിലെ 10 പത്തനാപുരം ക്രൗൺ കൺവെൻഷൻ സെന്ററിൽ തോമസ് ഊട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. സർവവും സമർപ്പിക്കുന്നേ.